ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കപ്പയും മുട്ടയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീലാണിത്. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കണം. കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവണം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചാൽ പൊടിഞ്ഞു പോകുന്ന തരത്തിലായിരിക്കണം. അങ്ങനെ വേവിച്ചെടുത്താലേ നമുക്ക് ഇതുപോലെ ഒരു മീൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. കപ്പ വേവിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അതിന് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചൂടാക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം. സവാള ഇതുപോലെ മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. കുരുമുളകിൻ്റെ അളവും കൂട്ടാം. ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. കപ്പ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടി വഴറ്റി കൊടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കപ്പ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുത്ത് മസാലയുമായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കപ്പയൊക്കെ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കപ്പ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മുട്ട എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ആകുന്നത് വരെ തുടരെ ഇളക്കി കൊടുത്തിരിക്കുക. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കപ്പയും മുട്ടയും ഒക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല രുചികരമായ ഒരു കപ്പ വിഭവമാണിത്. രാവിലെ കഴിക്കാൻ വളരെ നല്ലതാണ്. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ അല്ലെങ്കിൽ ചെമ്മീൻ വേവിച്ച വെള്ളത്തോടു കൂടിയോ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീലാണിത്. കപ്പ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.